വാർത്തയിലേക്ക് തിരിച്ചുവരാം. കോട്ടപ്പുറം ചേരമാൻപറമ്പ് കപ്പേളയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. കോട്ടപ്പുറം ചേരമാൻപറമ്പ് കപ്പേളയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കൊടിയേറ്റത്തിനും തുടർന്ന് നടന്ന ദിവ്യബലിക്കും ഫാദർ ജോസഫ് ഓളാട്ടുപുറം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 200ഓളം രാജ്യങ്ങളിൽ വിശുദ്ധൻ തന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിനായി കടന്നു ചെന്നു. ജപ്പാനിൽ ആദ്യമായി സുവിശേഷം അറിയിച്ചത് വിശുദ്ധനായിരുന്നു. അപകടമുള്ളിടത്ത് പോകരുതെന്ന് ഉപദേശിച്ചവരോട് വിശുദ്ധന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: സ്വർണം ലഭിക്കുന്നിടത്ത് അപകടങ്ങൾ തരണം ചെയ്ത് കച്ചവടക്കാർ പോകുന്നുവെങ്കിൽ ആത്മാക്കളെ ലഭിക്കുന്നിടത്ത് അപകടങ്ങൾ തരണം ചെയ്ത് എനിക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ? സ്വന്തം കരങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ ഈ പ്രേക്ഷിത വര്യൻ ജ്ഞാനസ്നാനപ്പെടുത്തിയിട്ടുണ്ട്. എളിമയോടെ പ്രവർത്തിച്ചു, എളിമയോടെ ജീവിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഫാദർ അനീഷ് പുത്തൻപറമ്പിൽ വചന പ്രഘോഷണം നടത്തി. ഞായറാഴ്ച നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഫിലിപ്പ് തൈപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജാക്സൺ വെലിപ്പറമ്പിൽ, സഹവികാരി ഫാദർ ജോബിൻ തയ്യിൽ, കൺവീനർ ജോയി വാഴക്കൂട്ടത്തിൽ, ജോയിന്റ് കൺവീനർ ജോഷി ഫെലിക്സ് വലിയപറമ്പിൽ, ട്രഷറർ PM ആന്റണി പങ്കേത്ത് എന്നിവർ നേതൃത്വം നൽകും.